ഇപ്പോൾ ഹരിപ്പാട് നിന്നും ജനാർദ്ദനൻ പിള്ള എന്ന പ്രേക്ഷകൻ ചിരിയാണ്. ശ്രീ ജനാർദ്ദനൻ പിള്ള, കേൾക്കാമോ? നമസ്കാരം സാർ, കേൾക്കാം. പറഞ്ഞോളൂ. സാറേ, ഇപ്പം നടക്കുന്ന ഒന്നുമല്ല. ഇനി മെഗാ ഷോ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത് കേരളം ഇന്നുവരെ കാണാത്ത ഏറ്റവും വലിയ രസകരമായ കളികളായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. പിന്നെ അതൊന്ന്. രണ്ടാമത്, ഇവിടെ ഇതില് ഈ ഒരു പെരുമാറ്റച്ചട്ടം നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ വയ്ക്കുന്ന മാതിരി ഇവിടെ രാഷ്ട്രീയക്കാർക്ക് ഒരു പെരുമാറ്റച്ചട്ടം എന്തെങ്കിലുമൊക്കെ വേണം. ഒന്നുകിൽ ഏജിന്റെ കാര്യത്തില്, വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യത്തില്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തീർന്നേനെ. ഇതിന് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുവോ അല്ലെങ്കിൽ നമ്മുടെ സുപ്രീം കോടതി ഇടപെട്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം. കാരണം 5ാം ക്ലാസ് പോലും പള്ളിക്കുണ്ടി പോകാത്തതൊക്കെ വന്ന് നമ്മളെ ഭരിക്കുക, അവരൊക്കെ പറയുന്ന ഈ നാണം കെട്ട വെറുകെട്ട വർത്താനങ്ങൾ കേൾക്കുക. നമ്മൾ TV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തെല്ലാം നമ്മൾ ഒരു ദിവസം കേൾക്കുന്നത്. ഒരു ഫാമിലിയില് ഇവര് പറയുന്ന വൃത്തികേടുകളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും കേട്ട് പഠിക്കുക. വരുന്ന തലമുറയ്ക്ക് പ്രചോദനം ആകേണ്ട ആൾക്കാരാണ് ഈ എന്ന് പറയുന്നത്. ഇവർക്ക് ഒരു ലിമിറ്റ് വെക്കുക. 1, 2, 3 പ്രാവശ്യം മത്സരിക്കാൻ ചാൻസ് കൊടുക്കരുത്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നം അങ്ങ് തീരുമല്ലോ. ഒരുപാട് തുടങ്ങിക്കൊള്ളുമല്ലോ. ഇതിനൊരു നിയമം, ഇതിന് അത്യാവശ്യമാണ് സാറേ. ഇവിടെ ഒരു മിനിമം ഒരു യോഗ്യത വേണം. ഒരു ഇലക്ഷന് ഒരു വയസ്സിന്റെ കാര്യത്തിലായാലും വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യത്തിലായാലും മത്സരിച്ച് 2-3 പ്രാവശ്യം മത്സരിച്ച് കഴിഞ്ഞാൽ എല്ലാറ്റിനും ഒരു അടിസ്ഥാനം വേണം, മാനദണ്ഡം വേണം എന്ന് തന്നെയാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. നന്ദി ശ്രീ ജനാർദ്ദനൻ പിള്ള ഈ ഒരു സമയം പ്രതികരിച്ചതിന്. രഞ്ജിത്ത് അമ്പാടി, നമ്മൾ അവസാനിപ്പിച്ചതുപോലെ തന്നെ ഈ ചെന്നിത്തലയാണോ VD സതീശനാണോ എന്ന ചോദ്യം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ACC ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ള KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്നും ഒരു പകുതി ശ്രദ്ധ കുറെ കൂടി കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അവിടെയും കൃത്യമായ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിനല്ലേ? തീർച്ചയായിട്ടും അവിടെ ഞാൻ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ ചില പ്രധാനപ്പെട്ട ആളുകളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയം ഒന്ന് നോക്കൂ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയുടെ പ്രധാനപ്പെട്ട നോമിനികളായിട്ടുള്ള ആളുകളെ, ജോസഫ് വാഴക്കൻ അടക്കമുള്ളവരെ, വാഴക്കൻ ഏകദേശം 1.5 ലക്ഷത്തോളം പോസ്റ്ററുകൾ അടിച്ചു വെച്ചു, ബാനറുകൾ എഴുതി, അതുപോലെ ഫ്ലെക്സ് ബോർഡുകൾ അടിച്ചു, ഒക്കെ ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് വെട്ടിയിരിക്കുന്നത്. അവിടെ നാട്ടകം സുരേഷിന് സീറ്റ് നൽകിയിരിക്കുന്നത്. തൻ്റെ മണ്ഡലത്തിൽ നിന്ന് ഒരേ ഒരു പേര് മാത്രമേ പോയിട്ടുള്ളൂ എന്നാണ് ജോസഫ് വാഴക്കൻ പറഞ്ഞത്. അപ്പോൾ വാഴക്കൻ ഉറപ്പുണ്ടായിരുന്നു താൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന്. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ജോസഫ് വാഴക്കൻ എന്ന് പറയുന്ന ആ ഒരു നേതാവ് എത്ര കാലമായി കോൺഗ്രസ് നേതൃനിരയിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വെട്ടി നിരത്തിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് എത്രമാത്രം പവർഫുള്ളാണ് KC ടീം എന്നുള്ളത്. കാരണം രമേശ് ചെന്നിത്തല പോലെ ഒരാൾ കേരളത്തിലെ ഒരു കാലത്ത് കോൺഗ്രസിനെ നയിച്ചിരുന്ന ഒരാളാണ്. ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ അടുത്ത കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. സ്വാഭാവികമായും അടുത്തൊരു തവണ 2021 അധികാരം ലഭിച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ട ആൾ രമേശ് ചെന്നിത്തല തന്നെയാണ്. അദ്ദേഹത്തിന് സമുദായങ്ങളുടെ പിന്തുണയുണ്ട്, ലീഗിൻ്റെ പിന്തുണയുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ അതൊക്കെ ഉള്ളപ്പോഴും ഇപ്പോൾ ഒന്ന് നോക്കൂ, അദ്ദേഹത്തിൻ്റെ നോമിനികളെപ്പോലും വെട്ടിനിരത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആളുകളായിട്ട് 1-2 പേർക്ക് മാത്രമാണ് സീറ്റ് നൽകിയത്. 6-7 പേരെ വെട്ടിനിരത്തിയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ വളരെ ശക്തമായിട്ടുള്ള കളികളുണ്ട്. KC ടീമിൻ്റെ കയ്യിലാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം എന്നുള്ളത്. ഇവിടെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ ചിലർ പറയുന്നുണ്ട് A ഗ്രൂപ്പിലെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ, ഒന്ന് ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥുമാണ്. ഈ ഷാഫി പറമ്പിലിൻ്റെയും PC വിഷ്ണുനാഥിൻ്റെയും നോമിനികൾക്ക് തന്ത്രപൂർവ്വം സീറ്റുകൾ ലഭിച്ചിരിക്കുന്നു. ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് വരാം രഞ്ജിത്ത് അമ്പാടി. ഇപ്പോൾ പള്ളൂരുത്തിൽ നിന്നും ഡേവിഡ് വിജയ് എന്നുള്ള പ്രേക്ഷകൻ ചിരിയാണ്. ശ്രീ ഡേവിഡ്, പറഞ്ഞോളൂ. നമ്മളുടെ ഈ കോൺഗ്രസിന്റെ പോക്ക് കണ്ടിട്ട് അവർ പ്രതീക്ഷിച്ച വിജയം ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ അച്ചടക്കരാഹിത്യം കാരണമാണല്ലോ ഇന്ത്യയിൽ നിന്ന് തന്നെ അവര് വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ ഭൂരിപക്ഷം തുടച്ചു മാറ്റപ്പെട്ടത്. ഇത് പിന്നെ അവർക്ക് പറ്റിപ്പോയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ 10 കൊല്ലം വെളിയിലിരുന്നില്ലേ, പുറത്തിരുന്നല്ലോ. അപ്പൊ ഈ 10 കൊല്ലത്തിലുള്ള അകത്തുണ്ടായ പുതിയ ശിശുക്കളെയും നോക്കണം, പഴയ ശിശുക്കളെ നോക്കണം, എല്ലാറ്റിനെയും കൂടി നോക്കാനുള്ള വകുപ്പില്ലാത്ത ഒരു മട്ടിലാണ് ഈ വന്ന് പെട്ടത്. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവർക്ക് കുറച്ച് ഡ്രോബാക്ക് ആയിട്ട് വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റേ ഇടതുമുന്നണിയുടെ കാര്യം പറയാതിരിക്കുക ഭേദം. അവർക്ക് സ്ഥാനാർത്ഥികൾ ഇവിടെ
സ്ഥാനാർത്ഥികളുടെ ബാഹുല്യാണെങ്കിൽ മറ്റിടത്ത് തീരെ ഇല്ലാത്തൊരു വകുപ്പ്, പുറത്തുനിന്ന് സ്വതന്ത്രന്മാരെ പിന്താങ്ങുക ഇതുണ്ട്. അതുകൊണ്ട് ഇവിടെ BJP ഒരു കക്ഷിയായിട്ട് തന്നെ വരിക, കുറെ സീറ്റുകൾ നേടുക. അവരുടെ കേന്ദ്ര നേതാക്കന്മാർ കൂടുതൽ കേരളത്തിൽ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ഈ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ആവശ്യമില്ലാത്തൊരു ഫിയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഗുജറാത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കംപ്ലീറ്റ് നിറച്ച് മുസ്ലിം കൗൺസിലേഴ്സ്, അവിടുത്തെ ബോറ മുസ്ലിം എന്ന് പറയുന്ന ഒരു പ്രത്യേക ജനവിഭാഗം പാർട്ടിയിൽ വലിയ നട്ടല് തന്നെയാണ്. അത് ഇവിടെ അവരുടെ നേതാക്കന്മാർ വന്ന് ശരിക്കും വർക്ക് ചെയ്താൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടായാൽ നമുക്ക് ഈ കേരള സ്റ്റേറ്റിന് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ കിട്ടും, നമുക്കൊരു പുരോഗതി ഉണ്ടാവും. അത് തന്നെയാണ് പൊതുസമൂഹം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നതും. നന്ദി ശ്രീ ഡേവിഡ് വിജയ്, ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.